ചീരയും തണ്ണിമത്തൻ്റെയും മൂന്നാമത്തെ ഫ്ലോട്ടാണിത്. ഈ ഫ്ലോട്ടിൽ തണ്ണിമത്തനും ചീരയും ഇടകലർത്തിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സാധാരണ അങ്ങനെയാണ്. ഇത് ഞാൻ വന്നത് പ്രധാനമായും നമ്മുടെ പച്ചക്കറി കൃഷിയിൽ എപ്പോഴും തണുവ് നിൽക്കേണ്ട ഒന്നാണ് ചീര. ആ ചീരയിൽ തണുവ് നിൽക്കണമെങ്കിൽ നമ്മൾ മോട്ടർ 2 നേരം നനച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടൊരു കുഴപ്പമുണ്ട്. തണ്ണിമത്തൻ കൃഷിയുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ തണ്ണിമത്തന് കൂടുതൽ തണുവ് പാടില്ല, ഒരു മിനിമം തണുവേ പാടുള്ളൂ. അപ്പോൾ ആ മിനിമം തണുവ് നിൽക്കണമെങ്കിൽ ഒരു നേരം നമുക്ക് മോട്ടർ ഓൺ ചെയ്ത് പറ്റുള്ളൂ. ചീരക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചൂട് കൂടിയതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ പൂവാലിക്ക് ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കും. ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കുമ്പോൾ ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീരയുടെ തണുവ് നിലനിർത്താൻ കഴിയും. അങ്ങനെ ചീരയുടെ തണുവ് നിലനിർത്തുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ചീരകൃഷി വിജയിപ്പിക്കാനും കഴിയും. അപ്പോൾ ചീരക്കൃഷി കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ചീരയുടെ മണ്ണ് ഒരിക്കലും ഉണങ്ങാൻ പാടില്ല. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ചീരക്ക് ദോഷമാണ്. അപ്പോൾ ചീരയിൽ തണുവ് നിർത്തുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അത് ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം നമ്മൾ ചീരകൃഷി ചെയ്യുക. അങ്ങനെ മാത്രമേ ചീരകൃഷി നമുക്ക് ആദായകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതാണ് എൻ്റെ ഒരു അനുഭവം.